കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പമോ വീഞ്ഞോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നാര്യങ്ങളുടെ പിതാവേ, വെളിപ്പാട് 14 പറയുന്ന പിതാവേ, ആ വീഞ്ഞ് വെളിപ്പാട് 14 സകല ജാതികളും കുടിപ്പിച്ച പിതാവേ, അങ്ങനെ മഹ്ദിയം ബാബിലോൺ വീണ്ടുപോയി. ആ വീഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു. ദുരുപദേശങ്ങൾ ക്രൈസ്തവ ലോകത്തുണ്ട്. പക്ഷേ വേദപുസ്തകം അതിനെക്കുറിച്ച് എന്ത് പറയുന്നതെന്ന് ചിന്തിക്കുവാനും വെളിച്ചത്തിൽ അതിലെത്തുവാനും കൃപ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. പ്രവചനത്തിൽ ഓരോ കാര്യങ്ങൾ, കാരണം നമുക്കറിയാം വെളിപ്പാട് പ്രവചനമായാലും ദാനിയേൽ പ്രവചനമായാലും അതെല്ലാം പ്രതീകാത്മക കാര്യങ്ങളിൽ സിംബോളിസം ഉപയോഗിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്രകാരം നോക്കുമ്പോൾ പ്രവചനത്തിൽ സ്ത്രീ എന്തിനെ കാണിക്കുന്നു? പ്രത്യേകിച്ച് നമുക്ക് വെളിപ്പാട് 12 ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും വെളിപ്പാട് 17 ഒരു വേശ്യയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ സ്ത്രീ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആദ്യം നമുക്ക് ആ ശുദ്ധമായ സ്ത്രീ വെളിപ്പാട് 12 കാണുന്ന ശുദ്ധമായ സ്ത്രീ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യെരമ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 2-ാം വാക്യം, സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചത്. എന്താണ് സിയോൻ പുത്രി? ദ ഡോട്ടർ ഓഫ് സിയോൻ. അപ്പോൾ ലവ്ലി ആൻഡ് കോംലി വുമൺ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സുന്ദരിയും സുഖഭോഗിനിയുമായ സ്ത്രീ. അപ്പോൾ സ്ത്രീ എപ്പോഴും സഭയായിട്ടാണ് കരുതുന്നത്. കാരണം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മണവാളനും തൻ്റെ സഭ മണവാട്ടിയുമാണ്. കർത്താവ് യേശു ക്രിസ്തുമായിട്ട് കല്യാണത്തിന് വേണ്ടി പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു തിരുവചനം പറയുന്നു. അപ്പോൾ ശുദ്ധയുള്ള സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സത്യസഭയാണ്. അപ്പോൾ വേശ്യ എന്തിനാണ് കാണിക്കുന്നത്? വെളിപ്പാട് 17 ഒരു വേശ്യ സ്ത്രീയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത് വേശ്യ എന്നാണ്. കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടാണ് സഭയുടെ ബന്ധമുണ്ടായത്. പക്ഷെ ആ ദൈവത്തിന് പകരം വേറെ പല ദൈവങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ അതിനെയാണ് അഡൽട്രി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ വ്യഭിചാരം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരിണിയായ സ്ത്രീയെയാണ് ഇവിടെ വേശ്യ എന്ന് വിളിക്കുന്നത്. കാരണം തൻ്റെ നാഥനായ കർത്താവ് യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് വേറെ പലതിൻ്റെയും പിന്നാലെ പോയി. ഹോശേയ പ്രവചനത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ഹോശേയ പ്രവാചകനടുത്ത് ഒരു വേശ്യ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട്? അത് ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വേശ്യസ്ത്രീ എന്നാണ് തൻ്റെ സ്വന്തം നാഥനായ കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നും വിട്ടുമാറി നടക്കുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ സ്ത്രീ എന്തിൻ്റെ മേൽ ഇരിക്കുകയാണ്? എന്താണ്? 7 തലയും 10 കൊമ്പുമുള്ള മൃഗം. വേദപുസ്തകത്തിൽ എവിടെ നോക്കിയാൽ അത് രാജ്യത്തെ കാണിക്കുന്നു, അത് ഗവൺമെൻറ്റിനെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ സഭ ഒരു മൃഗത്തിന്മേൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ രാജ്യത്തിന്മേൽ ഇരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഇസ് ദ യൂണിയൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. മതവും സർക്കാരും കൂടി ചെയ്യുന്നത്. മതം പറയുന്നത് ചെയ്യാൻ വേണ്ടി, അതനുസരിക്കാൻ വേണ്ടിയാണ് സർക്കാർ. ഇതിനെ വേദപുസ്തകത്തിൽ ഫോർണിക്കേഷൻ, വ്യഭിചാരം എന്ന് പറയുന്നത്. കാരണം മതം ഒരിക്കലും രാഷ്ട്രീയമായിട്ട് കൂടിക്കലർത്താൻ പാടില്ല. അത് നമുക്ക് വെളിപ്പാടിൽ കാണാൻ സാധിക്കുന്നു. ഹാവ് കമ്മിറ്റഡ് ഫോർണിക്കേഷൻ വിത്ത് ദ കിങ്സ് ഓഫ് ദി എർത്ത്. എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ രാജാക്കന്മാരോട് വ്യഭിചാരം ചെയ്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ വായിക്കാം. കാരണം തിരുവചനത്തിൽ കർത്താവ് യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സിവിൽ ഗവൺമെൻറ്റും റിലീജിയനും സെപ്പറേറ്റ് ആയിരിക്കണം. ഭരണകൂടവും മതവും അല്ലെങ്കിൽ സഭയും വ്യത്യാസമുള്ളതായിരിക്കണം. കാരണം അവർ തമ്മിൽ കൂടിക്കലർച്ച ഉണ്ടാകാൻ പാടില്ല. മർക്കോസ് 12:17 എന്താണ് പറയുന്നത്? യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ കൈസർക്കുള്ള കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. രണ്ടാമത്തെ ദൂത് എന്താണ് പറയുന്നത്? വെളിപ്പാട് 14:8, രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചെന്നു, വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹ്ദിയം ബാബിലോൺ വീണുപോയി. ഈ ബാബിലോൺ വീണുപോയത് എന്തുകൊണ്ടാണ്? തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമധ്യം സകല ജാതികളെ കുടിപ്പിച്ചു. വീഴുക എന്ന് പറഞ്ഞാൽ പാപത്തിലാവുക, അതിക്രമം ചെയ്യുക എന്നുള്ളത്. നിൽക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെ നിൽക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മുഴുവൻ ലോകവും ഇന്ന് മത്ത് പിടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ വീഞ്ഞിനാണ്. ഈ വീഞ്ഞിൻ്റെ ഈ മത്ത് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അപ്പം വേണം. ആ അപ്പം കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം സഭാപ്രസംഗിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഭാപ്രസംഗി 1:9 ഉണ്ടായിരുന്നത് ഉണ്ടാകാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതിയത് യാതൊന്നുമില്ല. ദാനിയേലിന്റെ പ്രവചനം 5-ാം അധ്യായത്തിൽ ബാബിലോണിൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നു. ഈ വെളിപ്പാട് 14 സ്ത്രീയെ മഹ്ദിയം ബാബിലോൺ എന്ന് വിളിക്കുന്നു. അത് ഓർത്തുകൊള്ളുക. അപ്പോൾ ഈ ബാബിലോൺ എങ്ങനെയാണ് വീഴുന്നത്? ബെൽഷസ്സറും തൻ്റെ അനുയായികളും എല്ലാവരും ദേവാലയത്തിൽ കൊണ്ടുവന്ന പാത്രത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരാകുന്ന സമയത്ത് മേദ്യോപാർസ്യ സാമ്രാജ്യം അവർക്ക് നേരെ ഒരു ഉപരോധം തീർത്തു. ശത്രുക്കൾ വെളിയിൽ വന്നിരിക്കുന്നൊന്നും പോലും അറിയാതെ അവർ വീഞ്ഞു കുടിച്ച് മത്തരായുന്ന സമയത്ത് കോരശ് രാജാവ് എന്ത് ചെയ്തു? ആ എഫ്രത്തോസ് നദിയെ വറ്റിച്ചു. അവരെന്ത് ചെയ്തു? ആ വാതിൽ കൂടെ അകത്ത് കടന്നു. അന്ന് രാത്രി ബാബിലോൺ വീണു.
ഈ കാലഘട്ടത്തിലും ബാബിലോൺ വീടാൻ പോകുന്നത് ഈ ദുർനടപ്പിൻ്റെ ക്രോധബുദ്ധി മൂലമാണ്. വേദപുസ്തകം നമ്മളെ വിളിക്കുന്നു രാജാക്കന്മാരും റാണികളുമായിട്ടും ദൈവം നമ്മളെ കാണുന്നു. കാരണം എന്താണ്? നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. തിരുവചനം അനുസരിച്ച് രാജാക്കന്മാർ ഒരിക്കലും വീഞ്ഞു കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് നമുക്ക് വായിക്കാം. സദൃശവാക്യം 31:4-5, സദൃശവാക്യം 31:4-5, വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്, ലെമുവേലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്, മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്, അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകാനും അരിഷ്ടന്മാരുടെ നിയമം മറിച്ച് കളയുവാനും ഇടവരരുത്. അപ്പോൾ എന്താണ്? വീഞ്ഞു കുടിച്ചാൽ അവർ എന്ത് ചെയ്യും? നിയമം മറക്കും, അല്ലെങ്കിൽ ലോ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിയമത്തെ മറക്കും. അപ്പോൾ ഈ വീഞ്ഞ് കുടിക്കുന്നതുകൂടി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധം അദ്ദേഹം സകല ഭൂമിയും കുടിപ്പിച്ചെന്ന് പറഞ്ഞാൽ സകല ലോകത്തെയും ദൈവത്തിൻ്റെ നിയമത്തെ മറക്കുമാറാക്കി എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ വീഞ്ഞ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ആ വീഞ്ഞ് എന്ത് ചെയ്തു? സകല ലോകത്തെയും ദൈവത്തിൻ്റെ നിയമത്തെ മറക്കുമാറാക്കും. അത് ഉടൻ സംഭവിക്കുകയാണ്. പ്രവചനം നമ്മുടെ കൺമുമ്പിൽ നിറവേറാൻ പോവുകയാണ്. എന്താണ് വീഞ്ഞ് വേദപുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്? വീഞ്ഞ് സൂചിപ്പിക്കുന്നത് ഉപദേശങ്ങളെയാണ്. ഇനി വെളിപ്പാടിൽ നമുക്ക് കാണാം അവളുടെ പാത്രം നിറയെ മ്ലേച്ഛതകളാണ്, അല്ലേ? അപ്പോൾ ഈ മ്ലേച്ഛതകൾ കാണിക്കുന്നതും ദ ലൈയിങ് ഡോക്ട്രിൻസ്, തെറ്റായിട്ടുള്ള ഉപദേശങ്ങളാണ്. സദൃശവാക്യം 12:22 നമുക്ക് വായിക്കാൻ സാധിക്കും. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. എന്താണ് വ്യാജമുള്ള അധരം? അധരത്തിൽ നിന്ന് വരുന്നത് ഉപദേശം. അപ്പോൾ തെറ്റായിട്ടുള്ള ഉപദേശം ദൈവത്തിന് വെറുപ്പാണ്. അതാകുന്നു അവളുടെ കയ്യിലുള്ള പാത്രം. പാത്രത്തിൽ എന്താണ്? വീഞ്ഞതാണ്. ആ പാത്രം നിറയെ ഉപദേശമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മത്തരാകുന്നതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന എന്താണ്? കർത്താവെ യേശു ക്രിസ്തു ആകുന്ന അപ്പമാണ്. അതുകൊണ്ടാണ് എൻ്റെ ശീർഷകം, നിങ്ങൾക്ക് ഇന്ന് അപ്പം വേണോ വീഞ്ഞ് വേണം? ഈ വീഞ്ഞ് തിരുവത്താഴ് ശുശ്രൂഷയിൽ കുടിക്കുന്ന വീഞ്ഞല്ല, ലോകത്തെ മുഴുവനും മത്തരാക്കി കളയുന്ന, ലോകത്തെ മുഴുവനും ദൈവത്തിൻ്റെ നിയമത്തെ മറന്നു കളയുമാറാക്കുന്ന വീഞ്ഞാണ്. മത്തായി എഴുതിയ സുവിശേഷം 4:4 ഇപ്രകാരം പറയുന്നു, അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടത് വീഞ്ഞല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു വചനം ജഡമായി തീർന്നതാണ്. ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് നമുക്ക് വേണ്ടത്. അന്ന് പ്രൊട്ടസ്റ്റന്റുകാർ ജീവിച്ചിരുന്ന പോലെ സോളാ സ്ക്രിപ്ചുര, വേദപുസ്തകം മാത്രം. അത് തന്നെയാണ് ഇന്ന് നമുക്ക് വേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 6:35 പറയുന്നു, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കേയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാൾ ദാഹിക്കുകയുമില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. ആ അപ്പത്തെ തിന്നാൻ വേണ്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ വീഞ്ഞ് എന്തെന്ന് കാണിച്ചു തരാൻ പോയാണ്. എല്ലാ വീഞ്ഞും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്യുന്നു. അത് ചില കാര്യങ്ങളെ മാത്രം എടുത്തു പറയുന്നു. ഇന്ന് ബാബിലോണിൻ്റെ വീഞ്ഞുകൾ, മുഴുവൻ ലോകത്തെയും കുടിപ്പിക്കുന്ന ബാബിലോണിൻ്റെ വീഞ്ഞുകൾ എന്താണ്? ദൈവത്തിൻ്റെ നിയമം ഇനി നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അനുസരിക്കേണ്ടതാകുന്നു മത്തായി 5:17-20, വെളിപ്പാട് 22:14-15 വാക്യങ്ങൾ പറയുന്നു. ഞായറാഴ്ചയുടെ വിശുദ്ധി, നമ്മൾ ഞായറാഴ്ചയല്ല, വിശുദ്ധ ദിവസം 7-ാം ദിനമാണ് വിശുദ്ധ ശബത്ത് ദിവസം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. മൂന്നാമത്തത് ഉൾപ്രാവണം, സീക്രട്ട് റാപ്ചർ. ക്രിസ്തു അങ്ങനെയല്ല വരാൻ പോകുന്നത്. ഏത് കണ്ണും കാണും, അവന് കുത്തിത്തോൾച്ചരും കാണും, മിന്നൽ കിഴക്കുന്നത് പടിഞ്ഞാറ് എന്ന പോലെയാണ് അവൻ വരുമ്പോൾ മൗനമായിട്ട് ഇരിക്കുകയില്ല എന്നെല്ലാം തിരുവചനം പറയുന്നു. വെളിപ്പാട് 1:7, മത്തായി 24:27, 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 4:16-17 ഇതെല്ലാം വായിച്ച ക്രിസ്തുവിൻ്റെ വരവ് ഒരിക്കലും സീക്രട്ട് അല്ല, രഹസ്യമായിട്ടല്ല എന്ന് നമുക്ക് കാണിക്കുന്നു. ദി ഇമ്മോർട്ടാലിറ്റി ഓഫ് ദി സൗൾ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതായിരിക്കും. ആത്മാവിൻ്റെ അമർത്യത. പിന്നെയുള്ള 5-ാമത്തത് എറ്റേണൽ ടോർമെന്റ് ഇൻ ഹെൽ ആൻഡ് പർഗേറ്ററി, നരകത്തിലുള്ള നിത്യാഗ്നി. അതേപോലെ വിശുദ്ധീകരണം, പർഗേറ്ററി എന്ന സ്ഥലം, അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായിരിക്കും. പിന്നെ കൗണ്ടർഫീറ്റ് ബാപ്റ്റിസം, വ്യാജമായ സ്നാനം. പിന്നെ കൺഫെഷൻ ഓഫ് എ സിൻ ടു പ്രീസ്റ്റ്, നമ്മുടെ പാപങ്ങൾ ഒരു പുരോഹിതനോട് ഏറ്റുവരുന്നു. മർക്കോസ് 2:7 വ്യക്തമാക്കുന്നു, ദൈവത്തിന് മാത്രമേ നമ്മുടെ പാപം ക്ഷമിക്കാൻ സാധിക്കുള്ളൂ. ഇത് അവരുടെ വീഞ്ഞാണ്. അടുത്ത വീഞ്ഞ് കോ മീഡിയേഷൻ ഓഫ് മേരി വിത്ത് ക്രൈസ്റ്റ്, കർത്താവ് യേശു ക്രിസ്തുവിന് കൂടെ മേരിയും നമ്മുടെ മധ്യസ്ഥയാകുന്നു എന്ന് പറയുന്നു. പക്ഷേ 1 തിമോത്തി 2:5 കർത്താവ് യേശു ക്രിസ്തു മാത്രം മധ്യസ്ഥനാകുന്നു പറയുന്നു. അതേപോലെ അവരുടെ വേറൊരു ഉപദേശമാണ്, വേറൊരു വീഞ്ഞാണ് പ്രവൃത്തിയാലുള്ള രക്ഷ. പക്ഷേ Efesiയർ 2:8-9 വാക്യങ്ങൾ പറയുന്നു നമ്മൾ രക്ഷിക്കുന്നത് വിശ്വസ്തരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 3 ദുരുപദേശങ്ങൾ, ഈ 3 തരം വീഞ്ഞിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഏതൊക്കെയാണ്? ഇമ്മോർട്ടാലിറ്റി ഓഫ് ദി സൗൾ, എറ്റേണൽ ടോർമെന്റ് ഇൻ ദി ഹെൽ ആൻഡ് പർഗേറ്ററി, അതേപോലെ കൗണ്ടർഫീറ്റ് ബാപ്റ്റിസം. ആദ്യത്തത് ഇമ്മോർട്ടാലിറ്റി ഓഫ് ദി സൗളാണ്. അതേപോലെ ഡോക്ട്രിൻ ഓഫ് റീ ഇൻകാർണേഷൻ, വീണ്ടും ജനനത്തിൻ്റെ ഉപദേശവും അതേപോലെ ആത്മാവിൻ്റെ അമർത്യതയും.
ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല, അവൻ വീണ്ടും വീണ്ടും ജനിക്കുന്നു. അത് ഇന്ന് പുറമേയുള്ള മതങ്ങളിൽ മാത്രമല്ല, ഹൈന്ദവ മതമായാലും വേറെ മതങ്ങളായതുകൊണ്ട്, ഞാൻ ഹൈന്ദവ മതത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് എനിക്കറിയാം ഹൈന്ദവ മതത്തിൽ ഇപ്രകാരം വിശ്വസിക്കും. പക്ഷേ ഇന്ന് ചില ക്രിസ്ത്യാനികളും ഇപ്രകാരം വിശ്വസിക്കും. കാരണം അവർ വിശ്വസിക്കുന്ന മരണം എന്ന കാര്യമില്ല, നമ്മൾ വീണ്ടും ജനിക്കും. പിന്നെ ഉള്ളതാണ് ആത്മാവിൻ്റെ അമർത്യത. ആത്മാവിൻ്റെ അമർത്യത തിരുവചനം അങ്ങനെയാണോ പറയുന്നത്? അവർ വിശ്വസിക്കുന്ന ആത്മാവ് എന്താണ്? അമർത്യമാണ്. അതുകൊണ്ട് ആത്മാവ് വീണ്ടും ജീവിക്കുന്നു. ഇതിനെ പല ടേംസായി നമുക്ക് കാണാം. ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദി സോൾ, നാച്ചുറൽ ഇമ്മോർട്ടാലിറ്റി ഓഫ് ദി സോൾ എന്നാണ്. അപ്പോൾ ഇത് പറയുന്നത് ഉൽപ്പത്തി 3:1-5 പിശാച് പറഞ്ഞ അതേ നുണയെ ഇവിടെ ആവർത്തിക്കുകയാണ്. എന്താണ് പിശാച് പറഞ്ഞ നുണ? നീ മരിക്കില്ല നിശ്ചയം. ഹവ്വ പറഞ്ഞു ഞാൻ പഴം തിന്ന നാളിൽ മരിക്കും. അപ്പോൾ പിശാച് പറഞ്ഞതാണ് നീ മരിക്കുകയില്ല നിശ്ചയം. അതേ നുണ ഇന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. തിരുവചനം അപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരുവചനം എന്താണ് പറയുന്നത്? 1 തിമോത്തി 6:15-16 ദൈവം മാത്രമാണ് അമർത്യൻ. പക്ഷേ ഇന്ന് ലോകം പഠിപ്പിക്കുന്നു, ബാബിലോൺ പഠിപ്പിക്കുന്നു, റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു, എന്തിന് വീഴ്ച ഭാവിച്ച പ്രൊട്ടസ്റ്റന്റ് സഭകൾ പഠിപ്പിക്കുന്നു നമ്മൾ അമർത്യമാണ്. അതേപോലെ എസെക്കിയേൽ 18:20 പറയുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പക്ഷെ അന്ന് പിശാച് പറഞ്ഞ അതേ നോണ നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്? ഇന്ന് മുഴുവൻ ക്രൈസ്തലോകം പറയുന്നു ഒരു വ്യക്തി മരിച്ചാലും ജീവിക്കും, ആത്മാവ് ജീവനോടെ ഇരിക്കുന്നതാണ്. പിന്നെ ഉൽപ്പത്തി 2:7 എന്താണ് പറയുന്നത്? ജീവനുള്ള ദേഹിയായി തീർന്നു. മാൻ ബിക്കേം ദ ലിവിങ് സോൾ. മനുഷ്യൻ ഗോട്ട് എ ലിവിങ് സോൾ എന്നല്ല, അല്ലെങ്കിൽ മനുഷ്യന് ഒരു ജീവിക്കുന്ന ദേഹി ലഭിച്ചു എന്നല്ല, മനുഷ്യൻ ജീവിക്കുന്ന ദേഹിയായി തീർന്നു. ലിവിങ് സോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആകത്തുകയാണ് പറയുന്നത്. കാരണം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു ബൾബിൽ വൈദ്യുതി പ്രവർത്തിപ്പിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കയറുമ്പോൾ അത് ബൾബ് കത്തും. ആ ഇലക്ട്രിസിറ്റി മാറിയ ലൈറ്റ് പോകുമ്പോൾ എന്താണ്? ഇലക്ട്രിസിറ്റി കട്ടാവുന്നു, ബൾബ് വേറെ, ഇലക്ട്രിസിറ്റി. അതേപോലെ മനുഷ്യനെ നിർമ്മിച്ചത് പൊടിയിൽ നിന്നാണ്, നിലത്തിലെ പൊടിയിൽ നിന്നും അതിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മൂക്കിൽ ജീവശ്വാസം ഊതിയെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് മനുഷ്യൻ. ആ മനുഷ്യനാണ് ജീവനുള്ള ദേഹി എന്ന് ഉൽപ്പത്തിയിൽ വ്യക്തമാക്കുന്നത്. അതേപോലെ സഭാപ്രസംഗി 9:5-6 വായിച്ചു നോക്കിയാൽ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല, അവരുടെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ, അവരുടെ സ്നേഹവും ദേഷ്യവും അസൂയയും നശിച്ചുപോയി, സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല. ഇന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ, മരിച്ച ചില വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ. പക്ഷേ സഭാപ്രസംഗിയിൽ വ്യക്തമാക്കുന്നു മരിച്ചവർക്ക് ഈ സൂര്യൻ്റെ കീഴിൽ യാതൊന്നിലും പങ്കില്ല. അവരുടെ എന്തെല്ലാം നനച്ചുപോയി, അവരുടെ ഓർമ്മ പോയി. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയാണ്. ആ ഓർമ്മ എന്ത് ചെയ്തു? അവർക്ക് നഷ്ടമായെന്ന് തിരുവചനം പറയുന്നു. അവരുടെ സ്നേഹം നഷ്ടമായെന്നും പറയുന്നു. സ്നേഹം നഷ്ടമായെങ്കിൽ പിന്നെ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വേണ്ടി എങ്ങനെ അവർ പക്ഷപാതം ചെയ്യും? അവർക്ക് ഓർമ്മയില്ല, സ്നേഹമില്ല, ഒന്നിലും ഒരു പങ്കും ഇല്ല. മരണമെന്ന് പറയുന്നത് ഉറക്കമാണെന്ന് തിരുവചനം എന്ത് ചെയ്യുന്നു? നമുക്ക് വ്യക്തമാക്കി പറയുന്നു. അതേപോലെ തന്നെ 1 കൊരിന്ത്യർ 15:51-54 നമ്മൾ വായിച്ചു നോക്കിയാലും അവിടെ പറയുന്നു മനുഷ്യർക്ക് അമർത്യത ലഭിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോഴാണ്. നമുക്ക് ഇപ്പോൾ അമർത്യത ഇല്ല, ദൈവം മാത്രമാണ് അമർത്യതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:16-17 വായിച്ചാൽ അന്ന് അവർ അമർത്യത ധരിക്കും, നമ്മൾ കണ്ണും ചിമ്മിനിയുടെ രൂപാന്തരപ്പെടും, അപ്പോഴാണ് മനുഷ്യർക്ക് അമർത്യത ലഭിക്കാൻ പോകുന്നത്. ഇന്ന് മനുഷ്യന് അമർത്യമാണോ? അല്ല. നമുക്ക് അമർത്യമായ ആത്മാവുണ്ടോ? ഇല്ല. ആത്മാവെന്ന സംഭവമില്ല. നമ്മളെ തന്നെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. ഈ കാര്യം ഞാനൊരു വേറൊരു ക്രൈസ്തവ സഭയിലുള്ളൊരു സഹോദരനോട് ഞാൻ ചർച്ച ചെയ്ത സമയത്ത് സഭാപ്രസംഗിയുടെ വാക്കുകളിലെല്ലാം ഞാൻ പങ്കുവച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് സഭാപ്രസംഗി പഴയ നിയമമല്ലേ, അന്ന് അവർക്ക് അത്രത്തോളം അറിവില്ലാതാണ്. പക്ഷെ തിരുവചനം എന്താണ് പറയുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവശോസ്യമാകയാൽ. അപ്പോൾ എല്ലാ തിരുവെഴുത്തും, അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും അത് ദൈവത്തിൻ്റെ ശോസ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിതമായി എഴുതിയത്. അതിൽ തെറ്റ് സംഭവിക്കുമോ? ഇല്ല. കർത്താവ് യേശു ക്രിസ്തു എന്തു പറഞ്ഞു മരിച്ച ലാസറിനെ കുറിച്ച്? ലാസർ ഉറങ്ങുകയാണ്. വീണ്ടും അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ലാസറിനെ വീണ്ടും എടുത്തു, ലാസർ മരണപ്പെട്ടു വന്നു. അപ്പോൾ എന്താണ് ഇവിടുന്ന് മനസ്സിലാക്കുന്ന? മരണസമയം ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തി പിന്നെ ഒന്നും അറിയുന്നില്ല. നമ്മളറിയാം, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള കാര്യം നമുക്കറിയാം, ഇടയ്ക്ക് എന്ത് സംഭവിച്ചു നമുക്ക് ആ സമയം പെട്ടെന്ന് പോയി. അതേപോലെ നമ്മുടെ മരണം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ വരവും നമ്മളുമായിട്ടുള്ള അകലം എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയമെടുപ്പാണ്.
നമ്മുടെ ഹൃദയമെടുപ്പ് എപ്പം നിൽക്കുന്നോ പിന്നെ നമ്മുടെ ബോധം വരുന്നത്, പിന്നെ നമുക്ക് അടുത്തറിയാവുന്നത് ക്രിസ്തുവിന് രണ്ടാം വരവായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ദൈവസ്ഥാനത്തിൽ നമുക്ക് ഉറങ്ങി നിൽക്കാം. മനുഷ്യന് അമർത്യമായൊരു ആത്മാവ് ഇല്ല. അടുത്ത ദുരുപദേശം എന്ന് പറയുന്നത് എറ്റേണൽ ടോർമെന്റ്, ഒരു നരകമുണ്ട്, നഷ്ടപ്പെട്ടവർ ആ നരകത്തിൽ കിടന്ന് എന്നും എന്നും നശിക്കും. അതേപോലെ പർഗേറ്ററി, റോമൻ കത്തോലിക്ക സഭയുടെ വേറെ ഉപദേശമാണ് പർഗേറ്ററി. കാരണം സ്വർഗവും നരകവും അല്ലാതെ ഇടയിലൊരു സ്ഥലമാണ്. അവിടെ കിടന്നിട്ട് ജനം കഷ്ടപ്പെട്ട് പതുക്കെ അവരെന്ത് ചെയ്യണം, സ്വർഗത്തിലേക്ക് കയറി പോകണം. അപ്പോൾ ഇത് ദൈവത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടും തെറ്റായിട്ടുള്ള ചിത്രമാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവം ആരെന്നും അവൻ്റെ സ്വഭാവം എന്താകണമെന്ന് ലോകം അറിയാൻ പാടില്ല. ലോകത്തിൽ ആ അന്ധകാരം കൊണ്ട് പിശാച് നിറയ്ക്കാൻ അവൻ വിജയിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവ് യേശു എന്ന വാക്കുകൾ തന്നെ പറയുന്നു, പിതാവിൻ്റെ മടിത്തട്ടിൽ വന്ന പുത്രനല്ലാതെ ആർക്കും പിതാവിനെ വെളിപ്പെടുത്തി തരാൻ സാധിക്കില്ല. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്കും എനിക്കും വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷെയോ പിതാവ് ആരാകുന്നുവെന്നും അവൻ്റെ സ്നേഹം എന്താകുന്നുവെന്നും നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. ഈ ഒരു ഉപദേശം, ഈ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നു. കാരണം ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയാണ്? 60-70 വർഷമാണ്. ആ 60-70 വർഷം ചെയ്ത പാപത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യണം? നിത്യമായിട്ട് അഗ്നിയിൽ കിടന്ന് നശിക്കണമെന്ന് പറയുന്നത്, കഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്നേഹം ആർക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? ദൈവം കാരുണ്യവാനാണ് സാധിക്കും, അവിടെ നീതി കാണാൻ സാധിക്കുന്നുണ്ടോ? 60-70 വർഷം ചെയ്ത പാപം, അതിന് നിത്യമായിട്ട് ശിക്ഷ അനുഭവിക്കണമെന്നത്, അതിലൊരു നീതിയുമില്ല ദൈവമക്കളെ. തിരുവചനം നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നതുമില്ല. ഈ തെറ്റായുള്ള ഉപദേശങ്ങൾ എന്ത് ചെയ്യുന്നു? നിരീശ്വരവാദികൾക്കും ദൈവമില്ല എന്ന് പറയുന്നവരും ക്രൈസ്തവന്മാരുടെ ദൈവത്തെ പരിഹസിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ വേദി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിരീശ്വരവാദികൾ പറയുന്നു അപ്രകാരം ദൈവത്തെ നമുക്ക് വേണം. ഞാൻ അങ്ങനെ പറയുന്ന നിരീശ്വരവാദം ഞാൻ കേട്ടിട്ടുണ്ട്. നരകത്തിൽ കുറച്ച് നാൾ ചെയ്ത തെറ്റിന് വേണ്ടി എന്നെന്നും നരകത്തിൽ എന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. അപ്പോൾ ഇത് തന്നെയാണ് പിശാചിൻ്റെ ഉദ്ദേശവും. അപ്പോൾ ഒരു മനുഷ്യൻ പാപി നരകത്തിൽ കിടന്ന് എന്നും നശിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാവണം? അമർത്യമായ ഒരു ആത്മാവ് വേണം. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു. അപ്പോൾ ആർക്ക് മാത്രമേ ഉള്ളൂ നിത്യജീവൻ? തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്നവൻ. കാരണം ദൈവം മാത്രമാണ് അമർത്യം. ആ അമർത്യത കിട്ടുന്ന ആർക്കാണ്? നിത്യജീവൻ കിട്ടുന്ന ആർക്കാണ്? അവനിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ അവനെ വിശ്വസിക്കാത്ത പാപികൾക്ക് വിശ്വസിച്ചാൽ അത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ശക്തരാകുന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നരകത്തിൽ പോകുന്നവർക്ക് വിശ്വാസമില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ആ വിശ്വസിക്കാത്തവർ പിന്നെ അവർക്ക് എങ്ങനെയാണ് നിത്യ അഗ്നിയിൽ കിടന്ന് എന്നൊന്നും നരയിക്കാൻ പോകുന്നത്? കാരണം അവർക്ക് അമർത്യമേൽ ആത്മാവ് അവർക്ക് ഇല്ല. അങ്ങനൊരു കാര്യം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അമർത്യത, നിത്യജീവൻ ലഭിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ചില വാക്യങ്ങൾ, ആ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം. മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർ, വെളിപ്പാട് 14 ത്രിവിധ ദൂതിലെ 3-ാം ദൂത് അനുസരിച്ച് അവരുടെ ദണ്ഡനം എന്നേക്കുമുള്ളതാണെന്ന് പറഞ്ഞു. കാരണം വെളിപ്പാട് 14 9-11 വശം അവിടെ കാണാൻ പറ്റൊരു പദം, ദെയർ സ്മോക്ക് ഓഫ് ടോർമെന്റ് റൈസ് ഫോർ എവർ ആൻഡ് എവർ. അവരുടെ പുക എന്നേക്കും പൊങ്ങും. അതിൻ്റെ അർത്ഥം ഇന്ന് ബാക്കിയുള്ള ക്രൈസ്തവ ലോകം കാണുന്നത് അവരെന്നും നിത്യാഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയാണോ? ഇതേ തൊല്ല പ്രയോഗം നമുക്ക് വേറെ എടുത്ത് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. സോദോം ഗൊമോറയും കുറിച്ച് പറയുമ്പോഴും ഇപ്രകാരം പറയുന്നുണ്ട്. യൂദയുടെ ലേഖനം 7-ാം വാക്യം, യൂദയുടെ ലേഖനം 7-ാം വാക്യം, അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണവും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജട മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. എന്താണ് നിത്യാഗ്നി? സോദോമും ഗോമോറും കത്തിയത് നിത്യാഗ്നിയാണ്. ദൈവമക്കളെ, സോദോമും ഗോമോറും ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, അവർ കത്തി ചാരമായി. അവിടെയാണ് ഇന്നത്തെ ചാവുകടലുള്ളത്. അപ്പോൾ സോദോം ഗൊമോർ എന്താണ്? എന്നെന്നും കത്തിക്കൊണ്ടിരിക്കുകയില്ല എന്ന് ഇത് തെളിയിക്കുന്നു. ഇത് ഉദ്ദേശിക്കുന്നത് അവരുടെ പുക എന്നേക്കും പോകും. ആ ശിക്ഷാവിധി എന്നേക്കുമുള്ളതാണ്. ഇനി അവർക്ക് തിരിച്ചു വരവില്ല. ഇനി അവർ തിരിച്ച് ജീവനിലേക്ക് വരത്തില്ല. ആ ശിക്ഷാവിധി എന്നേക്കുമുള്ളത്. ഇറ്റ് കൻ നോട്ട് ബി റിവേഴ്സ്ഡ്. നമ്മുടെ ദൈവം എന്താണ്? നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. പാപികളുടെ മരണം അല്ലെങ്കിൽ അവരുടെ മേലുള്ള ശിക്ഷാവിധി പോലും ദൈവത്തിന് വേദനകരമാണ്. ആണോ അല്ലയോ? തിരുവചനം എന്താണ് പറയുന്നത്? എസെക്കിയേൽ 18:32, മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല. തിരുവചനത്തിൽ ആകയാൽ നിങ്ങൾ
മനം തിരിഞ്ഞ് ജീവിച്ചു കളയും. പാപികളാണ് മരിക്കാൻ പോകുന്നത്. ആ പാപികൾ മരിക്കുന്നതിൽ വരെ ദൈവത്തിന് ഇഷ്ടമില്ല. കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ നമ്മളെല്ലാവരും പാപികളും നമ്മളെല്ലാവരും അവൻ്റെ ശത്രുക്കളായിരുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ആ സ്നേഹവാനായ ദൈവം നമ്മളെ നിത്യാഗ്നിയിൽ ഇട്ട് ദഹിപ്പിക്കുന്ന ഒരു ദൈവം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? തിരുവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഇത് റോമൻ കത്തോലിക്ക സഭയുടെ ഉപദേശമാണ്. അത് പ്രൊട്ടസ്റ്റന്റുകാരും ഇന്നും കൈക്കൊണ്ട് നടക്കുന്നു. മൂന്നാമത്തെ ദുരുപദേശം, തെറ്റായിട്ട് ഉപദേശിച്ച് നമ്മൾ ഏറ്റവും അവസാനം ചിന്തിക്കാൻ പോകുന്നു സ്നാനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം റോമൻ കത്തോലിക്ക സഭ എന്ത് ചെയ്യുന്നു? മാമോദിസ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. കുഞ്ഞിലെ തന്നെ സ്നാനം കഴിക്കാം. പക്ഷെ നമ്മൾ സ്നാനം കഴിക്കുന്ന എപ്രകാരം? തിരുവചനം പറയുന്നത് വിശ്വസിച്ചിട്ട് നിങ്ങൾ സ്നാനം കഴിക്കണം. അപ്പോൾ ഒന്നും അറിയാത്തൊരു കുഞ്ഞിന് നമുക്ക് എങ്ങനെയാണ് സ്നാനം കൊടുക്കാൻ സാധിക്കുന്നത്? പക്ഷേ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:22-40 നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്നു. പ്രതിഷ്ഠയും മാമോദിസയും ഇൻഫൻറ്റ് ബാപ്റ്റിസവും അതേപോലെ ഈ പ്രതിഷ്ഠയും രണ്ടാണ്. അത് ദൈവസ്ഥന് വേണ്ടി വളർത്താമെന്ന് മാതാപിതാക്കളുടെ സമർപ്പണമാണ്, അത് കുട്ടിയുടെ അല്ല. സ്നാനം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനോട് ഞാൻ ക്രൂശിക്കപ്പെട്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്ന തീരുമാനത്തോടെ ഒരു വ്യക്തി എടുക്കേണ്ടതാണ്. കാരണം മർക്കോസ് 16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ എന്താണ് വേണ്ടത്? വിശ്വാസം. ഒരു കുഞ്ഞിന് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്? അതേപോലെ ഈ കത്തോലിക്ക സഭയുടെ ഈ സ്നാനത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടാണ് എന്താണ്? തളിസ്നാനം അല്ലെങ്കിൽ സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസമാണ്. അവർ വെള്ളം എന്ത് ചെയ്യുന്നു? തളിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ മുഴുവനും ശരീരത്തെ എന്ത് ചെയ്യുന്നില്ല? മുക്കുന്നില്ല. പക്ഷേ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു വ്യക്തിയെ വെള്ളത്തിലേക്ക് മുക്കുന്നു, അദ്ദേഹത്തെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അത് കർത്താവ് യേശു ക്രിസ്തുവും ഇപ്രകാരം സ്നാനമാണ് ഏറ്റത്. വെള്ളത്തിലേക്ക് പോകുന്നത് എന്താണ്? നമ്മൾ മരിക്കുന്നു, വെള്ളത്തിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു, നമ്മൾ അടക്കപ്പെടുന്നു, പിന്നെ വെള്ളത്തിൽ നിന്ന് വെളിയിൽ വരുന്നു, ഇനി നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. കർത്താവ് യേശു ക്രൂശിക്കപ്പെട്ടു, അവൻ കല്ലറയിൽ കിടന്നു, വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. നമ്മുടെ പഴയ മനുഷ്യനെ സ്നാനക്കുളത്തിൽ നമ്മൾ ഊരിക്കളയാണ്. നമ്മൾ അടക്കപ്പെട്ടു, ക്രിസ്തുവിനെ കൂടെ നമ്മൾ ജീവനം മറിച്ച് ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. അപ്പോൾ സ്നാനം ആ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ജീവിക്കുന്ന ഞാൻ. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിന് എന്തറിയാം? അപ്പോൾ തെറ്റായിട്ടുള്ള വിധത്തിൽ ഇപ്പോൾ ഈ പല ഉപദേശങ്ങളും നിങ്ങൾ വേറെ ഏത് സഭയിൽപ്പെട്ടവരായാലും നിങ്ങൾക്കും ഈ ചില വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നേക്കാം. ഇന്ന് നിങ്ങളുടെ വിശ്വാസം ഒന്ന് എന്താണ്? ചാലഞ്ച് ചെയ്യപ്പെട്ടിരിക്കാം, അതിനൊരു വെല്ലുവിളി വന്നേക്കാം. ഞാൻ പറയുന്നതുകൊണ്ട് വിശ്വസിക്കേണ്ട. ഞാൻ പറഞ്ഞ ഈ തിരുവചന വാക്യങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാട്ടെ. തിരുവചനം അപ്രകാരമാണോ പഠിപ്പിക്കുന്നത്? നമ്മൾ മനുഷ്യനെയാണോ ദൈവത്തെയാണോ അനുസരിക്കേണ്ടത്? നമ്മൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. സത്യം നമ്മളെ സ്വതന്ത്രന്മാരാക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ വ്യക്തമാണ്. ഇതേപോലെ ഇഷ്ടം പോലെ ദുരുപദേശങ്ങൾ ലോകത്ത് മുഴുവനുമുണ്ട്. അത് അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ നിയമത്തെ മറക്കുന്നു. കാരണം ഈ ഉപദേശങ്ങളെല്ലാം ദൈവത്തിൻ്റെ സ്നേഹവാനായ സ്വരൂപം നമ്മളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് ദൈവത്തെക്കുറിച്ച് വേറൊരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടപ്പെടുന്നത്. ഇന്ന് അനേകർക്ക് ഇതേപോലെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളും തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളുമുണ്ട്. അവരിലേക്ക് ഈ സത്യം എത്തണം. നിങ്ങൾ ഇതുവരെ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ, നിങ്ങൾ പക്ഷേ ഇതിനു മുമ്പ് സ്നാനം ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സ്നാനം ഏൽക്കണം. ചിലപ്പോൾ നിങ്ങൾ സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം ആയിരിക്കും, തളിസ്നാനമായിരിക്കും നിങ്ങൾ ലഭിച്ചത്. പക്ഷേ നിങ്ങൾക്ക് വീണ്ടും സ്നാനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നാനം എടുക്കാം. കാരണം തിരുവചനം അത് ഒരിക്കലും എതിർക്കുന്നില്ല. ഒരിക്കൽ സ്നാനം എടുത്തായാലും തെറ്റിലാണ് നിങ്ങൾ പിന്തുടരുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതം പരിപൂർണ്ണമായിട്ട് മാറ്റം നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സ്നാനം എടുക്കാം. കാരണം ഈ സ്നാനം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞുപോയ ജീവിതകാലത്തെ നിങ്ങൾ മാറ്റി നിങ്ങൾ വീണ്ടും വിശ്വാസത്താൽ ജീവിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള സ്നാനമാണ്. അപ്പോൾ വീഞ്ഞ് ദുർനടപ്പിൻ്റെ ക്രോധമദ്യം കുടിപ്പിച്ചു, അല്ലേ? ഈ വീഞ്ഞാണ് ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ചു. അത് രാജ്യത്തെ മുഴുവനും ലോകത്തെ മുഴുവനും ദൈവത്തിൻ്റെ നിയമത്തെ മറക്കുമാറാക്കി. അതിലുള്ള 3 കാര്യങ്ങളാണ്. ഇനിയും അനേക കാര്യങ്ങളുണ്ട്. തിരുവചന സത്യത്തേക്ക് നമുക്ക് മടങ്ങാം. ബെറിയയിലെ ജനത്തെ പോലെ നമുക്കാകാം. നമ്മുടെ നിങ്ങളുടെ സഭകളുടെ നേതാക്കന്മാർ, ആദ്യകാല നേതാക്കന്മാർ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പറഞ്ഞ പോലെ വേദപുസ്തകത്തിലുണ്ടെങ്കിൽ നമുക്ക് വേണം, അല്ലെങ്കിൽ വേണ്ട. സോള സ്ക്രിപ്ചർ എന്ന വിശ്വാസത്തിലേക്ക് മടങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടികളെ വാർത്തയുടെ പിതാവേ, ഇന്ന് ചില ദുരുപദേശത്തിൻ്റെ വീഞ്ഞുകളെ ചിന്തിക്കാൻ ഇടയെ സഹായിച്ചു. പിതാവെ, നരകാഗ്നിയും ആത്മാവിൻ്റെ അമർത്തിയും ഇതെല്ലാം പിതാവെ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ജനത്തിനിടയിലുണ്ട്. ആ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റി ദൈവത്തിൻ്റെ സ്നേഹം കാണുവാൻ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദുഷ്ടൻ്റെ മരണത്തിൽ പോലും പിതാവെ നീ സന്തോഷം കണ്ടെത്തുന്നില്ല. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ, ആ സ്നേഹത്തിൻ്റെ വലിപ്പം കാണുവാനും നിന്നെ പിന്തുടരാനും നിന്നെ സ്വന്തം രക്ഷിതയെ സ്വീകരിക്കാനും അടികളെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ. ആമേൻ.